എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ പനിയൊക്കെ മാറി 2-3 ദിവസം റെസ്റ്റൊക്കെ എടുത്തു. പനിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മഴ പെയ്തതിന് ശേഷം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഡെങ്കിപ്പനിയുടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡോക്ടർക്ക് സംശയം വന്നത്. അപ്പം കുറച്ച് ദിവസം 2-3 ദിവസം പാരസെറ്റാമോളൊക്കെ കഴിച്ചപ്പം അസുഖമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം കുറച്ച് ക്ഷീണമുണ്ട്. അത് പിന്നെ ഫുഡൊക്കെ കഴിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് വയ്യെങ്കിലും കിടക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. 2 ദിവസം ചേട്ടനും മോനും ഒക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മൾ എഴുന്നേറ്റ് പതുക്കെ പതിവ് ജോലികളിലേക്കൊക്കെ ആരംഭിച്ചു. തുണിയിലൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അതൊക്കെ വാഷിംഗ് മെഷീനകത്തൊക്കെ ഇടുന്നതും എടുക്കുന്നതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പം നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പായി പോകുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ അതുകൊണ്ട് ഞാൻ പതുക്കെ എഴുന്നേറ്റ് എല്ലാം ചെയ്യാനൊക്കെ തുടങ്ങി. ഇപ്പം ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇഡലിയും ദോശയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കാണണേ. അപ്പം നമുക്ക് അരി ഒന്ന് വെള്ളത്തിലിടാവേ. അതിനായിട്ട് തേണ്ട ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേണ്ട ഈ 250 ml കപ്പിൽ 2 കപ്പ് അരിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ ഇഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 2 കപ്പ് ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 3/4 കപ്പിനോടടുത്ത് നമുക്ക് ഉഴുന്നെടുത്താൽ മതിയേ. 3/4 കപ്പ് ഉഴുന്നാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ അരി ആകുമ്പോഴത്തേന് നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഇഡലിയും ദോശയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. അപ്പോൾ ഞാൻ ഇതേ ഉഴുന്നും കൂടി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കൂടെ ഒരുമിച്ചാണ് ഇടുന്നത്. അതിനുശേഷം ഞാൻ ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം മാത്രമേ ഉലുവ ഇട്ട് കൊടുക്കുന്നുള്ളൂ. 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ഇടാം. പക്ഷേ എനിക്ക് ഉലുവ ഒത്തിരി ഇടുന്നതിനോട് ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. പിന്നെ തേണ്ട നമ്മൾ 3-4 പ്രാവശ്യം കഴുകിയിട്ട് തേണ്ട നല്ല വെള്ളം ഒഴിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു 8 മണിക്കൂറോളം കുതിരാനായിട്ട് വെക്കാവേ. അപ്പം അതിനുശേഷം ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണ്ട ഞാനിപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കുവാണേ. അരച്ച് 2-3 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് തണുത്ത വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അല്ലെങ്കിൽ മിക്സിയുടെ ജാറ് പെട്ടെന്ന് ചൂടായി വരുവേ. അത് കാരണം കുറച്ച് ഈ നമ്മൾ അരി ഉഴുന്നിട്ടിരിക്കുന്ന വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചിട്ടാണ് അരയ്ക്കുന്നത്. അല്ല ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ വെള്ളം ഒഴിച്ച് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2-3 ട്രിപ്പായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അത് നന്നായിട്ട് നമുക്ക് കൈ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. പക്ഷേ ഞാൻ മിക്സ് ചെയ്യുന്ന വീഡിയോ എൻ്റെ സ്കിപ്പായി പോയതാണ്. അപ്പോൾ ഒരു 5-10 മിനിറ്റോളം നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണേ. ഇപ്പോൾ എന്താണ്ട് രാവിലെ ആയപ്പോഴത്തേനും നമ്മുടെ മാവ് നന്നായിട്ട് ഇതേ പൊങ്ങി പുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. പുളി ഒത്തിരി ഇല്ല, എന്നാലും ഇതേ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ. അപ്പോൾ ഞാൻ നേരത്തെയൊക്കെ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ സാധാരണ പച്ചരി കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് ഒക്കത്തില്ല, ചില സമയത്ത് പശ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം കല്ല് പോലെ ഇരിക്കും. അങ്ങനെയൊക്കെയാണ് ഇഡലി ഉണ്ടാക്കി. ഞാനിപ്പം ഇതേ രീതിയിൽ ഉണ്ടാക്കി തുടങ്ങിയ പിന്നെ എനിക്ക് നല്ല ഇഡലിയും ദോശയാണ് കിട്ടുന്നത്. നല്ല ടേസ്റ്റുമാണ്, നമുക്ക് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ അരി കൊണ്ട് ഉണ്ടാക്കുമ്പോഴത്തേന്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും നല്ല ഇഡലിയും ദോശയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മാവ് എടുത്തുണ്ടാക്കിയാൽ മതി. ബാക്കിയുള്ളത് ഇപ്പോൾ ഇവിടെ ഇത് ഇത്രത്തിൻ്റെ ആവശ്യമില്ല. ഞാനിത് ബാലൻസ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കത്തേ ഉള്ളൂ. ഇപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രമേ ഉണ്ടാക്കിയെടുക്കത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇഡലിയും ദോശയും ഉണ്ടാക്കി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം 2നും കൂടെയുള്ള മാവെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി മാവെടുത്ത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതുണ്ടാക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്കൊരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതേണ്ട പരിപ്പ് നമ്മൾ കഴുകി കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും അതുപോലെ തന്നെ 2-3 പച്ചമുളകും കൂടി ഇട്ട് നമുക്കിതൊന്ന് വേകാനായിട്ട് വെക്കാം. പിന്നെ സാമ്പാറിന് ഇത്രയും കഷ്ണങ്ങളുണ്ട്. ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങും, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും, അതുപോലെ തന്നെ ഒരു സവോളയും, പിന്നെ കുറച്ച് മത്തങ്ങായും, പിന്നെ കുമ്പളങ്ങയുടെ ഒരു കഷ്ണമാണ് ഉള്ളത്. വെണ്ടയ്ക്കായൊന്നുമില്ല, വെണ്ടയ്ക്കായും മല്ലിയിലയൊന്നുമില്ല. പക്ഷേ ഇതുകൊണ്ട് തന്നെ നമുക്കൊരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ച്. എപ്പോഴും എല്ലാ കഷ്ണങ്ങളും ഒന്നും കാണത്തില്ലുള്ളൂ, അതുകൊണ്ട് നമുക്ക് വെക്കാമെന്ന് വിചാരിച്ച് ഇതുകൊണ്ടൊന്ന് വെക്കാമെന്ന് വിചാരിച്ച് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുവാണേ. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോഴത്തേന് വേണ്ട ഈ സമയത്ത് നമ്മുടെ
സാമ്പാറിൻ്റെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ കഷ്ണങ്ങളെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ സാമ്പാർ പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടി ഉപ്പും കൂടെ ചേർത്താണ് നമ്മൾ ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നത്. പിന്നെ തക്കാളി അരിയാൻ മറന്നു പോയതാണ്. അത് ഞാൻ പിന്നെ രണ്ടാമത് അരിഞ്ഞ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ്. അതിന് ശേഷം നമുക്കിതൊരു 1 വിസിലടിപ്പിച്ചെടുക്കാവേ. പിന്നെ ഈ സമയത്ത് നമ്മുടെ ചോറ് കൊണ്ടുപോകാനുള്ള കഞ്ഞി അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് ഇന്നലത്തെ ചോറാണ്, അതൊന്ന് തിളപ്പിച്ചുറ്റുവാണേ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മീൻ പുരട്ടി വെച്ചിട്ട് അതൊന്ന് വറക്കാനായിട്ട് എടുത്ത് ഫ്രീസറിനകത്ത് എടുത്ത് വെച്ചതാണ്. പിന്നെ നമ്മളൊരു ബ്രോക്കോളി തോരനാണ് ഇപ്പോൾ പതിവായിട്ട് ഇവിടെ ബ്രോക്കോളി തോരനാണ് ഉണ്ടാക്കുന്നത്. കാരണം വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെന്ന് പറഞ്ഞു. കാരണം ഇത് തന്നെയാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ടേ. ഇനി നമുക്ക് നമ്മുടെ ഇഡലിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഒരു 5 ഇഡലിയേ ഉണ്ടാക്കുന്നുള്ളൂ. ഇഡലി എനിക്ക് വലിയ താല്പര്യമില്ല, ചേട്ടന് ഇഷ്ടമാണ്. അതുകൊണ്ട് ചേട്ടന് വേണ്ടി മാത്രം 5 ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇത് കാണിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചതാണ്. ഇപ്പം ഞാൻ ഇച്ചിരി നെയ്യാണ് ഇതിലേക്ക് തേച്ച് കൊടുക്കുന്നത്. നെയ്യോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും നമുക്ക് തേച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് നെയ്യാണ് ഇപ്പോൾ തേച്ച് കൊടുക്കുന്നത്. അത് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിക്കാം. നെയ്യ് തേച്ചതിന് ശേഷം പാത്രം ഞാൻ അതിനകത്ത് വെച്ചൊന്ന് ചൂടാക്കി. അതിനകത്ത് എണ്ണയൊന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മുടെ ആ തട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മളിതേ മാവ് കോരി ഒഴിക്കുന്നത്. അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിനകത്ത് നിന്ന് ഇളകിപ്പോരുമെന്ന് പല വീഡിയോയ്ക്കകത്തും കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഞാൻ കുറേശ്ശെ മാവാണ് കോരി ഒഴിച്ച് കൊടുക്കുന്നത്. എല്ലാത്തിലും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. വെന്ത് വരുന്ന സമയത്ത് നമുക്കൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്ത് മാവ് കുത്തുന്നത്തെ പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഇഡലി വെന്തെന്നുള്ള ഇതാവും. ഞാൻ അങ്ങനെ നോക്കിയാണ് എടുക്കുന്നത്. ചില സമയത്ത് ഞാൻ എടുക്കുമ്പോഴത്തേന് ചിലപ്പം വേഗത്തില്ല, ഉള്ളിനകത്ത് വേഗത്തില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ സൂപ്പറായിട്ടുള്ള നല്ല മുല്ലപ്പൂ പോലത്തെ ഇഡലി എന്ന് പറയുന്ന പോലത്തെ ഇഡലി റെഡി ആയിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ചൂടാറുന്നതിന് മുമ്പ് ഇഡലി തട്ടിനകത്തുനിന്ന് എടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു. ചേട്ടൻ ആ സമയത്ത് കഴിക്കാനായിട്ട് വന്നേ. അത് കാരണം പെട്ടെന്ന് ഞാൻ എടുത്തുകൊണ്ടായിരുന്നു. അടിവശത്ത് കുറച്ച് തട്ടേ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഇഡലിയായിരുന്നേ. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ സാമ്പാറിൻ്റെ വീഡിയോയ്ക്ക് ഒത്തിരി പ്രാവശ്യം ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കാത്തത്. അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ രാഹുലിനും എനിക്ക് ഞാൻ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കനം കുറച്ചിട്ട് ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം. അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പാനൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുന്നുണ്ടെന്ന് ഈ ഹീറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ ഒരു തുണിയെടുത്ത് ഒരു വെള്ളത്തുണി കൊണ്ട് ഞാനൊന്ന് തുടച്ച് മാറ്റുവാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് ദോശമാവ് കോരി ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ ദോശമാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുവാണ്. നന്നായിട്ടൊന്ന് ഇതാക്കിയെടുത്തു. അതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി നെയ്യാണ് തേച്ച് കൊടുക്കുന്നത്. നെയ്യ് തേച്ച് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. നെയ്യില്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് റോൾ ചെയ്തെടുക്കുകയോ അല്ലെ മടക്കിയെടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവേ. അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ദോശയുടെ ഇഡലിയുടെ ഒരു ടേസ്റ്റാണ്. പിന്നെ നമ്മളിതിലേക്ക് വേറെ ചോറോ അതുപോലെ തന്നെ വേറെ ചാക്കരിയോ കുത്തരിയോ ഒന്നും ചേർക്കുന്നുമില്ല. ഈ ഒരു അരി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണെന്ന്. ഒരു 4 ദോശ ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. രാഹുലും ചേട്ടനും കഴിച്ചിട്ട് പോയി. ഇനി ഞാൻ കഴിക്കാൻ പോവാണേ. ഇതുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് അത്. അപ്പോൾ നമ്മുടെ ദോശ എത്രയും ക്രിസ്പിയാണെന്ന് കണ്ടില്ലേ. അപ്പോൾ ഞാനിനി എൻ്റെ ഫുഡ് കഴിക്കട്ടെ. ഇതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പം ഇനി ഇത് കഴിച്ചതിന് ശേഷം കുറച്ച് പാത്രം കൂടിയൊക്കെ ഉണ്ട് കഴുകാനായിട്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ജോലി തീർന്നു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.